ഇപ്പൊ ചില സിനിമകൾ കഥകൾ നമ്മൾ വരും, അപ്പോ പ്രൊഡ്യൂസറിനും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഈ സിനിമകളൊക്കെ വരുന്നുണ്ടാവും, കഥ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. അപ്പൊ ചില പടങ്ങൾ വരുന്ന സമയത്ത് അവര് നമ്മളോട് ധ്യാനം ഇത് ചെയ്തേ പറ്റുമോ, നമുക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയും. ഞാൻ ചോദിക്കും, ചേട്ടാ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് ചിലപ്പോ ഓടൂല, നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് ഇത് ഓക്കെ, കുറച്ച് പരിചയക്കാരനായിരിക്കും ഡയറക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഓടും, എനിക്കൊരു ഉറപ്പില്ല, നീ ഇത് ചെയ്യണം, എനിക്ക് ഉറപ്പുണ്ടല്ലേ, ഞാൻ നീ ഇതെന്ന് നീ ഇവിടെ ചെയ്താന്ന് പറയും. അങ്ങനെ ഞാൻ പോയി ചെയ്ത പടങ്ങളുണ്ട്. എനിക്കറിയാം ഓടൂല, എന്നിട്ട് ഓടിയിട്ടില്ല. എന്റെ കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ ഓടൂല എന്ന് വിചാരിച്ച പടങ്ങളെല്ലാം അത്യാവശ്യം ഓടാതെ പോയിട്ടേ ഉള്ളൂ. എന്റെ പടങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഓടൂല എന്ന് തീരെ വിചാരിച്ചൊരു പടമാണ്, അത്യാവശ്യം പൈസ കിട്ടിയ പടം എന്ന് പറയുന്നത് ലവ് ആക്ഷൻ ഡ്രാമ ആയിരിക്കും. തിയേറ്ററിൽ അയ്യോ ഇത് പൊട്ടി പൊളിഞ്ഞ് പണ്ടാരടങ്ങി പോവല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഇന്റർവെല്ലിന് ഇരുന്ന് എന്ത് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ തോന്നിപ്പോവും. കാരണം 2 വർഷത്തിനിടെ നമ്മളിങ്ങനെ, കാരണം ഞാൻ എഴുതി വെച്ച സാധനവും ഞാൻ ഷൂട്ട് ചെയ്ത സാധനമൊക്കെ വേറെയാണ്. അപ്പൊ അല്ല, അതുകൊണ്ടല്ല, നമ്മള് കുറെ സമയം എടുത്ത് നമ്മളിങ്ങനെ വിട്ട് വന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂറ്റി ഇല്ല, നമ്മള് സീൻ കട്ട് ചെയ്യേണ്ടി വന്നു ഇൻ ബിറ്റ്വീൻ. പിന്നെ ആ പടത്തിന്റെ മൊത്തം പരിപാടി തന്നെ മാറിപ്പോയി. അപ്പോ പക്ഷെ എന്നിട്ടും ആ സിനിമ ഓടി. ബിക്കോസ് അന്ന് മേജർ ഫാക്ടർ നിവിൻ പോളി, നയൻതാര കോമ്പിനേഷൻ, സ്റ്റാർ കാസ്റ്റും, കുറച്ച് ആ പടം ഇഷ്ടപ്പെട്ട ആൾക്കാർ എത്രയോ പേരുണ്ട്. സോങ്സ്, പാട്ട്, അത് ഇഷ്ടപ്പെട്ട ആ ലോജിക് ഒന്നും ആലോചിക്കാതെ അത് ഇഷ്ടപ്പെട്ട എത്രയോ ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഇഷ്ടപ്പെടാത്ത ആൾക്കാരിൽ പെടുന്ന പ്രധാന ഫസ്റ്റ് ആള് ഞാനായിരിക്കും. കാരണം എനിക്ക് പടം ഇപ്പോഴും അപ്പോഴും എനിക്ക് ആ പടം ഞാൻ കാണാത്തതിന്റെ പ്രധാന കാരണം തന്നെ എനിക്കത് ഇപ്പോഴും എന്റെ ആവാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ മേ ബി അതൊരു തുടക്കം മാത്രം. എന്റെ കയ്യിലുള്ള ഏറ്റവും മോശം കഥയായിരുന്നു ഞാൻ ആദ്യം സിനിമ ചെയ്തത്. ഇനി വലിയ വലിയ സിനിമകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിന് മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. വലിയ സിനിമ ഇനി നമ്മളൊരു വലിയ ക്യാൻവാസിൽ നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് ചോദിച്ചല്ലോ, കാരണം വലിയൊരു ക്യാൻവാസിൽ നമ്മൾ സിനിമ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചെറിയ സിനിമ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ദിവസവും മറ്റേ ജിബ് കാണണം, ഹിബലെവിടെ, മറ്റേതെവിടെ, മറ്റേ പാന്തർ വേണം, ഇത് വേണം, ഇതൊക്കെ എനിക്ക് കാണണം. ഓക്കെ, വലിയ കുറെ ആൾക്കാർ വേണം. വലിയ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും പിന്നെ ഇനി അടുത്തത് ഇതിനേക്കാളും വലുതാക്കാം എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. പിന്നെ നമ്മൾ താഴോട്ടിറങ്ങി പോകാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അപ്പൊ ചെറിയ സിനിമകൾ ഞാനിപ്പോ അഭിനയിക്കുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ക്യാൻവാസിൽ സിനിമ ചെയ്യണം എന്നുള്ളൊരു അത്യാഗ്രഹം, വേറൊന്നുമില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ പടം വന്നപ്പോഴും ലവ് ആക്ഷൻ വന്നപ്പോഴും ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം അതായിരുന്നു. വെച്ചുകഴിഞ്ഞാൽ അപ്പൊ നമ്മള് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഓടിയാലും പൊട്ടിയാലും നമുക്കല്ലേ ഉള്ള നഷ്ടം. അപ്പൊ പക്ഷെ ഓടിയപ്പോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാശ് വന്നപ്പോ സമാധാനായി. ഈ വടക്കൻ സെൽഫിയിലത്തെ ഡയലോഗ്സ് എഴുതിയത് അനിയനെ കണ്ടിട്ടാണെന്ന് പറയുന്നത് സത്യമാണ്? പിന്നെ എന്റെ ഞാൻ പറഞ്ഞിരുന്ന കുറെ സാധനങ്ങൾ പോലെ അതിനകത്ത് ഉണ്ട്.